വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വർക്കലയിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. വർക്കല റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം RTO ഓഫീസിന് മുന്നിൽ സമാപിച്ചു. RTO ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനവും തുടർന്ന് RTOയ്ക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനവും സമർപ്പിച്ചു. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളെ സമരത്തിലേക്ക് നയിച്ചത്. സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ മീറ്റർ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ യാത്ര തികച്ചും സൗജന്യമായിരിക്കുമെന്ന് എഴുതി പ്രദർശിപ്പിക്കുന്ന സ്റ്റിക്കർ മീറ്റർ പ്രവർത്തിക്കാത്ത ഓട്ടോറിക്ഷകളിൽ ഒട്ടിക്കണമെന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളെ സമരത്തിലേക്ക് നയിച്ചത്. പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ കുടുംബങ്ങളെ ദുരിതത്തിലേക്കും ആത്മഹത്യയിലേക്കും തള്ളിവിടുന്ന ഈ തീരുമാനം ഒരിക്കലും ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇന്ന് ഓട്ടോക്കാരുടെ മുകളിലാണ് ഈ നിയമമെങ്കിൽ നാളെ അത് ടാക്സിക്കാരുടെ മേളിലും വരും. അതുപോലെ തന്നെ വർക്കല പ്രദേശങ്ങളിൽ ഏകദേശം 1000-ഓളം ഓട്ടോ തൊഴിലാളികൾ ഓട്ടോ ഓട്ടിച്ച് ഉപജീവന മാർഗം നടത്തുന്നുണ്ട്. അതിനെതിരെ ഇവിടെ ഇത്രയും സമര പരിപാടികൾ സംഘടിപ്പിച്ചത് ഈ ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് ജീവിക്കുവാനും അവരുടെ സമാധാനപരമായ ജീവിതം മുന്നോട്ട് പോകാനും വേണ്ടിയാണ്. ഈ വർക്കല പ്രദേശത്ത് അനധികൃതമായി റെന്റേ ബൈക്ക് 1000-ന് മുകളിൽ റെന്റേ കാറുകൾ അനധികൃതമായിട്ടുള്ള റെന്റേ കാറുകൾ ഇവിടെ ഓടുന്നുണ്ട്. ഇവിടുത്തെ നിയമ സംവിധാനങ്ങളൊന്നും അതിനെതിരെ യാതൊരുവിധ നടപടികളും ഇതുവരെ എടുത്തിട്ടില്ല. ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിരവധി തവണ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. വർക്കല ജോയിന്റ് RTOയ്ക്ക് പരാതിപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും വർക്കല പ്രാന്തപ്രദേശത്തുള്ള ഗവൺമെന്റ് അധികൃതർ ഇതിനൊന്നും ഒരു നടപടിയും എടുക്കാതെ പാവപ്പെട്ട ഓട്ടോ ടാക്സി തൊഴിലാളികളെ പട്ടിണിയിലാക്കുന്ന ഈ മീറ്റർ കരിനിയമം പിൻവലിക്കുന്നത് വരെ നമ്മുടെ മരണം വരെയും ഈ സമരത്തിനെതിരെ ശക്തമായി പോരാടുന്നതാണ്. തൊഴിലാളികൾ നൽകിയ നിവേദനങ്ങൾക്ക് ഉടൻ പരിഹാരം കണ്ടില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധവും സമരപരിപാടികളും സംഘടിപ്പിക്കുമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുന്നറിയിപ്പ് നൽകി. പാവപ്പെട്ട് കാക്കിയിട്ട് കീറിപ്പറഞ്ഞ കാക്കിയിട്ട് ഈ തെരുവാലങ്ങളിൽ യാത്ര ഓടിക്കുന്ന ഞങ്ങളെപ്പോലുള്ള സഹോദരങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ഈ അതിനെതിരെ മാത്രമേ നിയമങ്ങളുള്ളൂ. ഞങ്ങൾ കാക്കിയിട്ടില്ലെങ്കിൽ ഫൈനടിക്കാൻ വേണ്ടി ഏമാന്മാര് പരിഹാരങ്ങൾ തടഞ്ഞു നിർത്തി ഓടിച്ചിരുന്ന് കള്ളന്മാരെ പിടിക്കുന്നത് പോലെ പിടിക്കുന്നതാണ്. ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഒരു വഴിയെടുക്കാൻ ഇവരെ കൊണ്ടൊക്കെ കഴിയുമോ? ഇന്നുകൊണ്ട് ഞങ്ങൾ മാത്രം വേട്ടയാടുന്നു. ഇവർക്ക് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിക്ക് ഞങ്ങൾ പോയിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിനോട് പരാതി പറഞ്ഞു. ഏതെങ്കിലും രീതിയിലുള്ള നിയമത്തിനൊന്നും മുൻപാകെ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾ പാവങ്ങളായതോറും ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആളില്ലാത്തതാണ്. ഞങ്ങൾക്ക് ചോദിക്കാൻ ആളുണ്ട്. നിങ്ങളെ നിയമം പിൻവലിക്കുന്നത് വരെ അത് മരണം വരേക്കും നീലാവാരം കിടക്കണമെങ്കിൽ ഈ നിൽക്കുന്ന പ്രപഞ്ചാരം സാക്ഷിയാക്കിക്കൊണ്ട് പറയാണ് മരണം വരെയും സത്യാരം ഈ RTO ഓഫീസിന് മുന്നിൽ കിടക്കാൻ ഞാൻ തയ്യാറാണ്. അതിന് പിന്തുണയോട് പറയാം. കാര്യം ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾ പാവപ്പെട്ടവരില്ലേ? ഞങ്ങളിൽ വല്ല പണവും ബാങ്കിലിട്ട് സിസ്റ്റങ്ങളും അവിടെ കൊണ്ടുള്ളവരാണെങ്കിൽ ഞങ്ങൾ ഈ ഓടിക്കേണ്ട കാര്യമുണ്ടോ? മലയത്തും വെയിലത്ത് കിടന്ന് ഞങ്ങൾ ഈ വഴിയാടങ്ങളിൽ കിടന്ന് വെയിലും കൊണ്ട് മഴയും കൊണ്ട് ഞങ്ങൾ കിടക്കേണ്ട കാര്യമുണ്ടോ? തലസ്ഥാന വാർത്തകൾ വർക്കല. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് റേബിനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും.
നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.